കാലത്തും മധ്യാഹ്നത്തും സന്ധ്യക്കേതു നേരത്തും സങ്കടം ബോധിപ്പിച്ചു ഞാൻ കരഞ്ഞിടുമ്പോൾ, സങ്കടം ബോധിപ്പിച്ചു ഞാൻ കരഞ്ഞിടുമ്പോൾ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേൾക്കുന്നു. എൻ യാചനകളെല്ലാം ദൈവം നൽകുന്നു. പ്രാർത്ഥനാ ശബ്ദം ദൈവം കേൾക്കുന്നു. എൻ യാചനകളെല്ലാം ദൈവം നൽകുന്നു. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിത യാത്രയിൽ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിത യാത്രയിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലും ഈ വാക്യം തന്നെയാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. കഴിഞ്ഞ ചില ആഴ്ചകളായി അബ്രഹാമിനെ ദൈവം എങ്ങനെയാണ് അനുഗ്രഹിച്ചത്, ആ അനുഗ്രഹം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചപ്പോൾ ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ലോത്തും അബ്രഹാമും തമ്മിൽ പിരിയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ചിലപ്പോൾ ചിലരുമായിട്ട് പിരിയേണ്ടതായിട്ട് അഥവാ ചിലത് വിട്ടുകളയേണ്ടതായിട്ട് വരും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ടതിനായിട്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ദൈവം താങ്കളെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, തീരുമാനിച്ചിരിക്കുമ്പോൾ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുള്ള ചിലതിനെ നീക്കിക്കളയുക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. അപ്പോൾ തടസ്സമായി നിൽക്കുന്നതിനെ ദൈവം നീക്കിക്കളയും. അതിന് ചില മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കും. അതിലൊന്നാമത്തെ കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത്. അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായി എന്നുള്ളതാണ്. ഇനി രണ്ടാമത് അതിനൊരു കാരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 11-ാം വാക്യത്തിൽ അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി എന്നാണ്. യോർദാനരികെയുള്ള പ്രദേശം, സുന്ദരമായ സ്ഥലം, ഏറ്റവും ഉത്തമമായത്. അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ദേശം നീ തിരഞ്ഞെടുത്തുകൊള്ളുക. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. നിന്റെ മുമ്പാകെ ദേശം വിശാലമായി കിടക്കുകയാണ്. തിരഞ്ഞെടുക്കാൻ ഞാൻ അവസരം നിനക്ക് തരുന്നു. നിനക്ക് ഏറ്റവും ഉത്തമമായത് തിരഞ്ഞെടുത്തുകൊള്ളുക. നീ തിരഞ്ഞെടുത്ത അതിനെതിരെ എന്താണോ കിട്ടുന്നത് അതിൽ സംതൃപ്തനായി ഞാൻ ആ വഴിയെ പോയിക്കൊള്ളാം. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് എന്ന് പറഞ്ഞത്.
ആ വാക്ക് കേട്ടപ്പോൾ ലോത്തിൻ്റെ ഹൃദയത്തിന് വലിയ ആനന്ദമുണ്ടായി. കാരണം അബ്രഹാം തിരഞ്ഞെടുത്തിട്ട് നീ ബാക്കി എടുത്തോ എന്ന് പറയുകയല്ല ചെയ്തത്. ധാരാളം ആളുകൾ അങ്ങനെയാണല്ലോ, നമ്മളെല്ലാം ചെയ്യുന്നത് ഒന്നാമത് അങ്ങനെയാണല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടമായത് തിരഞ്ഞെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കും. മാനുഷികമായ നിലകളിൽ നമ്മുടെ എല്ലാം സ്വഭാവം അതുതന്നെയാണ്. എന്നാൽ ഇവിടെ നോക്കണം, അബ്രഹാം പറയുകയാണ് നീ ആദ്യം തിരഞ്ഞെടുത്തുകൊള്ളുക. ലോത്തിന് അവസരം കൊടുക്കുകയാണ്. അവസരം കിട്ടിയ മാത്രയിൽ തന്നെ ലോത്തിൻ്റെ കണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞു. ലോത്തിൻ്റെ ഹൃദയത്തിലൊരാനന്ദം. ഈ അബ്രഹാം ഒരു പൊട്ടനാണല്ലോ, എന്നെ തന്നെ ആദ്യം തിരഞ്ഞെടുക്കാനായിട്ട് വിട്ടല്ലോ. ഞാനായിരുന്നെങ്കിൽ ഈ പണി കാണിക്കത്തില്ല. ഞാനായിരുന്നെങ്കിൽ ആദ്യം ഞാൻ തിരഞ്ഞെടുത്തിട്ട് പിന്നെ അബ്രഹാമിനോട് നീ മറ്റേ സ്ഥലത്തേക്ക് പോയിക്കോ എന്ന് പറയുമായിരുന്നു. ഇങ്ങനെയുള്ള പൊട്ടന്മാരെയൊക്കെ കൂടെ കിട്ടിയത് നന്നായി, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുക്കാമല്ലോ എന്നൊരു ചിന്ത ലോത്തിൻ്റെ ഉള്ളിൽ വന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. പ്രിയമുള്ളവരിവിടെ ലോത്ത് ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടി തൻ്റെ കണ്ണുകളെ ദേശത്തേക്ക് പായിക്കുകയാണ്. എന്താ 10-ാം വാക്യത്തിൽ പറയുന്ന, അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രൈം ദേശം പോലെയുമായിരുന്നു. എത്ര സുന്ദരമായൊരു പ്രദേശമായിരുന്നു അത്. അത് കണ്ടപ്പോൾ ലോത്തിൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഒട്ടും മാന്തിച്ചില്ല. അദ്ദേഹം അബ്രാമിനോട് പറയുകയാണ്, എനിക്ക് ഈ പ്രദേശം മതി, എനിക്ക് ഈ പ്രദേശം മതി. എന്താ ഇത് സൂചിപ്പിക്കുന്നതെന്നറിയാവോ? പ്രിയമുള്ളവരെ, ലോത്തിൻ്റെ ഹൃദയം മുഴുവനും പണത്തോടുള്ള ആർത്തി നിറഞ്ഞിരിക്കുകയായിരുന്നു. ലോത്തിൻ്റെ ഹൃദയത്തിൽ ഭൂമിയിലെ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ലോത്തിൻ്റെ ഹൃദയം മുഴുവനും ഈ ഭൂമിയിൽ വെട്ടിപ്പിടിക്കുന്നതിനും നേടിയെടുക്കുന്നതിനും സമ്പാദിച്ചു കൂട്ടുന്നതിനും പേരും പെരുമയും സമ്പാദിക്കുന്നതിനുമുള്ള ചിന്തയാൽ നിറയപ്പെട്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുകയാണ്. ആ ദേശത്തെ ജനത്തെക്കുറിച്ചോ അവരുടെ സ്വഭാവത്തെക്കുറിച്ചോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവിടെ ദൈവത്തെ ആരാധിക്കാൻ സംവിധാനങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചോ ഒന്നും ലോത്ത് ചിന്തിക്കുന്നില്ല. ഇന്ന് ഒത്തിരി ആളുകളുടെ ഉള്ളിൽ ഈ ലോത്തിൻ്റെ സ്വഭാവം നിറയുകയാണ്. ദൈവജനത്തിൻ്റെ ഇടയിൽ, ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ ലോത്തിൻ്റെ ചിന്ത വളരെ ഭീകരതയോടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നേടുന്നതിനെക്കുറിച്ചും ഇവിടെ പേരും പെരുമയും സമ്പാദിക്കുന്നതിനെക്കുറിച്ചും ഇവിടെ നേടിയെടുക്കുന്നതിനെക്കുറിച്ചും ഇവിടെ വെട്ടിപ്പിടിക്കുന്നതിനെക്കുറിച്ചും ഇവിടെ സ്വരുക്കൂട്ടുന്നതിനെക്കുറിച്ചും തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നതിനെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആത്മീയതയ്ക്ക് പ്രാധാന്യമില്ല. എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എന്ത് നേടാനാണ് പോകുന്നത്, അവിടെ എൻ്റെ തലമുറയുടെ ജീവിതം എന്താകും, എൻ്റെ ഭാവി എന്താകും, എൻ്റെ തലമുറയുടെ ഭാവി എന്താകും, അവിടെ ആത്മീയതയുണ്ടോ, ശരിയായ വെളിച്ചമുണ്ടോ, ദൈവസഭകളുണ്ടോ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമോ, ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ഇപ്പോൾ മനുഷ്യൻ പണത്തിൻ്റെ പിന്നാലെ, സ്വരുക്കൂട്ടുന്നതിൻ്റെ പിന്നാലെ, സമ്പാദിച്ചു വെക്കുന്നതിൻ്റെ പിന്നാലെ മാത്രം ചിന്തിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഓടുകയാണ്. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ
എന്നെ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ, പ്രിയമുള്ളവരെ, എന്താ ഈ സഹോദരൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചിന്തിച്ച് എന്നോടൊരു വിഷമം തോന്നാൻ ഇടവരരുത്. പക്ഷേ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ആത്മീയ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുന്നു. പണം പണം എന്നുള്ള ചിന്ത മാത്രം വരുന്നു. മാതാപിതാക്കൾ മക്കളെ അതിനായി മാത്രം പ്രേരിപ്പിക്കുന്നു. ലോത്തിന്റെ ജീവിതത്തിന്റെ ഒടുവിൽ സംഭവിച്ചതെന്താ? വരുവാനിരിക്കുന്ന ഭയങ്കരമായൊരു ന്യായവിധിയുണ്ട്. ലോത്ത് നല്ലത് തിരഞ്ഞെടുത്തു, നല്ലതിലേക്ക് പോയി. അവിടുത്തെ ജീവിതം എപ്രകാരമായിരിക്കും, മക്കളുടെ ജീവിതം എപ്രകാരമായിരിക്കും, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ ലോത്തിന് സമയം കിട്ടിയില്ല. പക്ഷേ എന്ത് ആഗ്രഹിച്ചാർത്തിയോടെ തെരഞ്ഞെടുത്തുവോ അത് ലോത്തിന്റെ ജീവിതത്തിൽ കണ്ണുനീരിനും ദുഃഖത്തിനും കാരണമായി തീർന്നു. അതൊരു ശാപമായി മാറി എന്നുള്ളതാണ്. മാതാപിതാക്കൾ മക്കൾക്കും തലമുറകൾക്കും വേണ്ടി ദൈവത്തിന് കൊടുക്കാതെ, ദൈവസഭയ്ക്ക് കൊടുക്കാതെ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാതെ, പാവങ്ങൾക്ക് കൊടുക്കാതെ സ്വരുക്കൂട്ടി സമ്പാദിച്ച് തലമുറയ്ക്ക് വേണ്ടി കൂട്ടിവെച്ചത് ഇന്ന് ശാപമായി മാറിയിരിക്കുന്നു. മക്കൾ ദൈവത്തെ വിട്ടു. തലമുറകൾക്ക് ദൈവം വേണ്ട, നിരീശ്വരവാദികളായി പോകുന്നവർ, ദൈവമില്ലെന്ന് പറയുന്നവർ, ദൈവസഭയിൽ വരാത്തവർ, ദൈവത്തെ ആരാധിക്കാത്തവർ, അങ്ങനെ എത്രയോ ആളുകൾ ആത്മീയ ഗോളത്തിൽ നല്ല ആത്മീയന്മാരുടെ പിതാക്കന്മാരുടെ മക്കൾ പോലും ഇന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഭയപ്പാടോടെയാണ് ഈ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെ ഓർത്തും നിങ്ങളെ ഓർത്തും തലമുറകളെ ഓർത്തും കരയണമേ എന്നാണ് എൻ്റെ അപേക്ഷ. ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ, പണത്തെക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്ന, ഭക്തിയോടെ ജീവിക്കുന്ന തലമുറ ഞങ്ങൾക്ക് തരണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നിലനിൽക്കുന്ന തലമുറകളെ ഞങ്ങൾക്ക് തരണമേ, ഭക്തിയുള്ള തലമുറകളെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ദൈവസഭകളെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നാൽ, സ്തോത്രം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരും. പണമല്ല, ആത്മീയതയാണ് വലുത്. തിരിച്ചറിയാൻ ദൈവം സഹായിക്കും.